ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് ചക്കക്കുരു ഇതേപോലെ ഇവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരു ഇതേപോലെയാണ് ചിരണ്ടി വെച്ചിരിക്കുന്നത്. അതിൻ്റെ കരിന്തൊലിയൊക്കെ ഒരുവിധമൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ മുരിങ്ങയില എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പിടി മുരിങ്ങയില ഇതേപോലെ ഞാൻ ഊരിയെടുത്ത് വെച്ചതാണ്. പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അരപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ചക്കക്കുരു നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ. ഇതേപോലെയാണ് ചക്കക്കുരു ചിരണ്ടി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചിലരൊന്നും ചക്കക്കുരു ഒന്നും കഴിക്കത്തില്ല. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുരിങ്ങയില ഇതേപോലെ ഊരി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന അരമുറി തേങ്ങ, ചെറിയൊരു അരമുറി തേങ്ങ കേട്ടോ. പിന്നെ വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, മഞ്ഞൾ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഒന്ന് ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ കുക്കറിലാണ് ചക്കക്കുരു വേവിക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ, കുഴഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. ചക്കക്കുരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലിട്ട് കൊടുക്കേണ്ട ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് വെള്ളം ചേർക്കണം കേട്ടോ. ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളത്തോടമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒത്തിരി വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഒത്തിരി വെള്ളം ചേർത്ത് കൊടുത്താൽ പിന്നെ നമ്മളത് ഊറ്റി കളയാനൊക്കെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂണ്, ഒരു അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒത്തിരി കുഴഞ്ഞു പോകണ്ട, ഒരു 2 വിസിലടിച്ചാൽ മതി കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങയായിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെയാണ് ഞാൻ അതൊന്ന് ചതച്ചെടുക്കുന്നത്. ഞാൻ എപ്പോഴും പിന്നെ തോരനൊക്കെ വെക്കുമ്പോൾ കാന്താരിയും പച്ചമുളകൊക്കെ ആണെങ്കിൽ അത് ആദ്യം ഒന്ന് ചതച്ചെടുക്കും കേട്ടോ. അല്ലെങ്കിൽ ഇതിനകത്ത് തേങ്ങയുടെ കൂടെ ഇട്ടാൽ അരയത്തില്ലെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം ഒന്ന് ചതച്ചെടുക്കുവേ. പിന്നെയാണ് ഞാൻ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇടുന്നത് കേട്ടോ. തേങ്ങയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് പിന്നെ ഒതുക്കിയെടുക്കാം കേട്ടോ. ഒന്ന് ചതച്ചാൽ മതി, അതേപോലെ ഒതുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ചക്കക്കുരു ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല രീതിയിൽ ചക്കക്കുരു വെന്തിട്ടുണ്ട്, വെള്ളമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കണ്ടോ, നല്ലോണം വെന്തിട്ടുണ്ട് ചക്കക്കുരുവേ. അപ്പോൾ ഇതങ്ങ് മാറ്റി വെച്ചേക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു വറ്റൽമുളക് ഇതേപോലെ ഒന്ന് കണ്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വറ്റൽമുളക് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുവാനായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. വറ്റൽമുളക് ഒരു സൈഡൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ മൂത്ത് വരുമ്പോൾ ഉണ്ടല്ലോ, ഇതിനകത്തോട്ട് 1 തണ്ട് കറിവേപ്പില ഇതേപോലെ ഒരു 5-6 ഇലയേ ഉള്ളൂ കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മുരിങ്ങയിലയും കൂടെ ഇട്ട് കൊടുക്കുവാണ്. മുരിങ്ങയിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം മുരിങ്ങയിലയുടെ പുറത്തോട്ട് ഞാൻ അരപ്പിട്ട് കൊടുക്കുവാണ്. നമ്മൾ ചതച്ച് ഒതുക്കിയെടുത്ത് വെച്ചില്ലേ, ആ അരപ്പും കൂടെ ഇട്ട് കൊടുക്കുവാണ്. അരപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് അരപ്പെല്ലാം മുഴുവൻ തന്നെ ഞാൻ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ പുറത്തേക്ക് വേണം നമുക്ക് ചക്കക്കുരു ഇടാനായിട്ട്. അപ്പോൾ മുരിങ്ങയില ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഇത് കണ്ടോ, മുരിങ്ങയില ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഇത് വെളിച്ചെണ്ണയിലോട്ട് ഇട്ടപ്പോൾ തന്നെ അത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. ഇതേപോലെ ഒന്ന് ഇളക്കി ഒന്ന് ശരിയാക്കി യോജിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. മുരിങ്ങയിലയ്ക്ക് അത് ഇച്ചിരി തേങ്ങ കൂടിപ്പോയോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത്രയും തേങ്ങയൊന്നും വേണ്ട, കുറച്ച് തേങ്ങ ഇട്ടാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ തേങ്ങയൊക്കെ എടുത്തപ്പോഴേ ഇച്ചിരി കൂടിപ്പോയി കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഞാൻ അതിൻ്റെ പുറത്തേക്ക് ചക്കക്കുരു അങ്ങ് ഇട്ട് കൊടുക്കുവാണേ. ചക്കക്കുരുവിനകത്ത് ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല കേട്ടോ, എല്ലാം വെള്ളം പറ്റിയായിരുന്നേ. ഇനി നമുക്ക് ചക്കക്കുരു മുരിങ്ങയിലയുടെ പുറത്തോട്ടൊന്ന് നീക്കിയിട്ട് കൊടുക്കാം കേട്ടോ. നീക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറട്ടെ കേട്ടോ. എല്ലാം വെന്തതാണ്, ചക്കക്കുരു മുരിങ്ങയിലയൊക്കെ വെന്തതാണ്. എന്നാലും നമുക്കൊരു ആവി കയറണം, ഈ അരപ്പെല്ലാം ഒന്ന് വേകണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചായിരുന്നേ. അടച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ ഇതേ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഇളക്കി നോക്കാവേ. ഇളക്കി നോക്കിയപ്പോഴും നല്ല
വെള്ളമൊക്കെ പറ്റി നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ മുരിങ്ങയിലയുടെയും ചക്കക്കുരുവിൻ്റെ മുരിങ്ങയില വേകുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണമാണേ. മുരിങ്ങയിലയുടെയും ചക്കക്കുരുവിൻ്റെയും കൂടെ വെന്തൊരു മണം നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. പിള്ളേർക്കൊക്കെ ചോറിൻ്റെ കൂടെയൊക്കെ കൊടുത്തു വിടാൻ നല്ലൊരു കറിയാണ് കേട്ടോ. നല്ലൊരു തോരനാണ് കേട്ടോ. ഈ ചക്കക്കുരു വെച്ചിട്ട് നമുക്ക് ഒത്തിരി വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചക്കക്കുരു മെഴുക്ക് പുരട്ടി വെക്കാം, തോരൻ വെക്കാം, ചക്കക്കുരു ഇറച്ചിക്കറി പോലെ വെക്കാം. അതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ മുരിങ്ങയില നമ്മുടെ ഹെൽത്തിന് ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പം മുരിങ്ങയില വെച്ചിട്ടാണെങ്കിലും ഒത്തിരി കറികളും ഒക്കെ നമുക്ക് തയ്യാറാക്കാവേ. മുരിങ്ങയില വെച്ചിട്ട് നമുക്ക് മുരിങ്ങയില കറി വയ്ക്കാം. അതുപോലെ തന്നെ മുട്ടയും മുരിങ്ങയിലയും കൂടെ തോരൻ വയ്ക്കാം. ഞാനൊരു ദിവസം അങ്ങനത്തെ ഒരു മുട്ടയുടെയും മുരിങ്ങയിലയുടെയും കൂടെ ഒരു തോരൻ വെക്കുന്ന ഒരു റെസിപ്പി നിങ്ങളെ കാണിക്കാം കേട്ടോ. എല്ലാവർക്കും തന്നെ അറിയാം, എന്നാലും ഞാൻ എൻ്റേതായ ഒരു രീതിയിലാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ചക്കക്കുരു മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ചോറ് കഴിക്കാൻ തോന്നും കേട്ടോ. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഒഴിച്ച് കറിയോ ഒരു മീൻ വറുത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളി നല്ലൊരു റെസിപ്പിയാണ്. പലരും ചക്കക്കുരു കളയും കേട്ടോ, കഴിക്കത്തില്ലവേ. അപ്പം ഞാൻ ചക്കക്കുരു നന്നായിട്ട് കറി വയ്ക്കും, ഒരെണ്ണം പോലും കളയത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളി നല്ല ചക്കക്കുരു മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ രാവിലെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എനിക്ക് ഇച്ചിരി ചോറിൻ്റെ കൂടെ കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചും കൂടെയാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. ഇതുവരെ എൻ്റെ ചാനൽ സബ് ചെയ്യാത്തവരൊന്ന് സബ്ബൊക്കെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.